ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടെൻഡർ കോക്കനട്ട് പുൾമിയപ്പ്. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വ്ളോഗിൽ ഈ പുൾമിയപ്പ് കാണിച്ചപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. ഞാൻ ഓൾറെഡി അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ കമൻറ്റ്സ് വന്ന സ്ഥിതിക്ക് ഇന്ന് ടെൻഡർ കോക്കനട്ട് പുൾമിയപ്പിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോണത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്ക് കൂടുതൽ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് കേക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്, കോഴിക്കോടും മലപ്പുറത്തും ഹോം ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഞാൻ 2 മുട്ടയ്ക്ക് കുറച്ച് വാനില എസൻസ് ചേർത്തിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ അതിലേക്ക് മൈദ അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. മൈദ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോഴും ഇങ്ങനെ അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ കേക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടേണ്ടവർ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് അരിച്ചിട്ടിട്ട് അതൊന്ന് സ്പാച്ചില വെച്ച് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൈദ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പം കേക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല, ഹാർഡായിട്ട് പോവും. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മുടെ കേക്കിൻ്റെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും മിക്സ് ആക്കിയിട്ട് ഒഴിക്കുകയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് ഏതാണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് പതഞ്ഞ് വന്നാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് അതിൽ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ്സിലും താഴെയും ഒക്കെ ബട്ടർ പേപ്പർ വെച്ചാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എടുത്തിട്ടുള്ള കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗം വരെ കേക്ക് ബാറ്റർ വരാൻ പാടുള്ളൂ. അതിലും കൂടി കഴിഞ്ഞാൽ ചിലപ്പം ബാറ്റർ ഇങ്ങനെ പൊന്തി വന്ന് കഴിയുമ്പം പുറത്തേക്കൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് 1/4 ഭാഗം വരെ മാത്രം ബാറ്റർ ഒഴിക്കുക. ഇനി ഈ കേക്ക് ടിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ അലുമിനിയത്തിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. വലിയ കേക്കൊക്കെ ബേക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്ത് വെച്ചതാണ്. അപ്പം ഇതിൽ തന്നെ ഈ ചെറിയ കേക്കും ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൽ കുഞ്ഞൊരു റിങ് വെച്ച് കൊടുക്കുക. റിങ്ങില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാലും മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിയിൽ തട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ റിങ് വെക്കണില്ലെങ്കിൽ തട്ട് വെച്ച് കൊടുക്കുക, പിന്നെ തട്ട് വെക്കണില്ലെങ്കിൽ റിങ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മതി. രണ്ടും കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള സമയം കൂടുതലായി പോവും, പെട്ടെന്നൊന്നും ആയി കിട്ടൂല. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. എന്നിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ കൂട്ടി വെച്ച് കൊടുക്കാം. ഈ ലിഡിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും, ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇളനീരിൻ്റെ പൾപ്പ് വേണം. കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാനും പിന്നെ സോസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പൾപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇളനീരിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഇളനീർ വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. വല്ലാതെ അങ്ങോട്ട് അരയണ്ട, നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഇളനീരിൻ്റെ പൾപ്പിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ക്രീം തന്നെ എടുക്കാൻ നോക്കുക. കാരണം ആ ഒരു ടേസ്റ്റും കൂടെ വരണം, എന്നാലേ ഈ പുൾമിയപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാനിപ്പം കേക്ക് ലെയർ ചെയ്തെടുക്കുകയാണ്. 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് 3 ലെയറായിട്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്.
ഒരു കേക്ക് ബോർഡിലാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ പോണത്. 1/2 kg കേക്ക് ബോർഡാണിത്. ശരിക്കും നമ്മൾ ഇത് പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്ലെച്ചസിൻ്റെ ആ ഒരു ബോക്സിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആവും. അതായത് ഇപ്പം ഇത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ സോസ് എല്ലാം ആ ഒരു ബോക്സിൽ തന്നെ കിടക്കും. വേറെ സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എനിക്കത് പിന്നെയാണ് ഓടിയത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കേക്ക് ബോർഡിലാണ് സെറ്റ് ചെയ്യണത്. ഇനി മുതലുള്ളത് അങ്ങോട്ട് ഞാൻ ഡ്രസ്ലെച്ചസിൻ്റെ ബോക്സിലാണ് കൊടുക്കണേ. അപ്പോൾ കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. കേക്ക് ഭയങ്കര സോഫ്റ്റാണ്. ഇനി നമുക്ക് അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കാം. ഈ ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു ലെയർ ക്രീം നല്ല തിക്കായിട്ട് തന്നെ ഇതിന് മേലെ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് ഇതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ലാവിഷായിട്ട് തന്നെ ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ആക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചധികം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കിട്ടും, അത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഈ ലെയറും നമുക്ക് സിറപ്പ് വെച്ചിട്ട് വെറ്റാക്കി കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. ക്രീം മേൽഭാഗമൊക്കെ ഒന്ന് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ്സും അതുപോലെ തന്നെ ക്ലിയർ ആക്കി ലെവൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പുൾമിയപ്പിൻ്റെ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെന്താ സംഭവം, എങ്ങനെ ഒട്ടിക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ പുൾമിയപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഷീറ്റ് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ലൂസാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുക. അതായത് ഭയങ്കര ടൈറ്റും ആവരുത്, എന്നാൽ ഭയങ്കര ലൂസും ആവരുത്. അങ്ങനെ ഒരു നല്ല ഫിറ്റിങ്ങിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അധികം ടൈറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മേലേക്ക് വലിക്കുന്ന സമയത്ത് കേക്കും കൂടെ മേലേക്ക് പോവും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് ഇളനീരിൻ്റെ പൾപ്പ് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് വാരി വിതറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് പുൾമിയപ്പിൻ്റെ സോസ് റെഡിയാക്കാം. സോസ് കുറച്ച് അധികം ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഗ്ലാസ് ജാറിലാക്കിയിട്ടാണ് സോസ് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂണോളം വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ അടിച്ചു വെച്ചതിൽ ബാക്കി വന്നിട്ടുള്ള ഇളനീരിൻ്റെ ആ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൺസിസ്റ്റൻസി നോക്കുക. അധികം തിക്കുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുൾമിയപ്പിൻ്റെ സോസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മേൽഭാഗത്ത് ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്ലെച്ചസിൻ്റെ ബോക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേലെയും ഒരെണ്ണം താഴെയായിട്ട് വെച്ചിട്ട് രണ്ടും കൂടെ വെച്ച് ഒരു റിബണായിട്ട് കെട്ടിക്കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുൾമിയപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. പിന്നെ പുള്ള് ചെയ്യുമ്പോൾ ആ ഒരു രസം എല്ലാം കൂടെ കൂടിയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്